is none other than Jewel Mary. Hello. I personally feel Jewel Maryയുടെ 2.0 വേർഷനാണ് തുടങ്ങാൻ പോകുന്നത്. Guys, you all have no idea what's coming up. ലൈവ് സ്റ്റേജസിൽ ഈ വരാൻ പോകുന്ന ആൾക്കാരുടെ ലിസ്റ്റൊക്കെ പലതവണ മാറി മറിയും. ആളും എന്നുള്ളത് 101% ഉറപ്പാണ്. പക്ഷെ നമ്മൾ വീഴുമ്പോൾ പൂച്ച പോലെ വീഴണം 4 കാലിൽ. നെവർ. എനിക്ക് വിശന്ന ഞാൻ അപ്പൊ പറയും എനിക്ക് വിശക്കുണ്ട്, കുറച്ച് ചോറ് തരൂ. യു ആർ ഓൾവേസ് ഇൻ മൈ ഐസ്. ഐ ആം ഫോളോയിങ് യു. ഇത് ഒരാളോടല്ല, പലരോടും. നീയൊക്കെ ഒന്ന് അനങ്ങിയാ ഞാൻ അറിയാം. Today's episode is sponsored by Manikal Mana, a premium heritage homestay situated in Calicut, Kerala. Let's escape to timeless charm. Hi everyone, I'm so happy to see all of you all here tuned into Elarin Cholna with me, Vaishnavi Vivek. Let me tell a few names, okay? Patte Mari, D for Dance, Utopile Rajavu, Get Set Baby, Sasinga, ഇതൊക്കെ കോമൺ ആയി വരുന്ന ഒരു ഒറ്റ പേരാണ്. And I hope you have already guessed who this is. She's a beautiful soul, an amazing person at heart, and a very damn good fighter. It is our very own beautiful personality who we've all enjoyed seeing through her journey. The love for her is none other than Jewel Mary. Hello. Hi Jewel Chechi. Yes. I am so happy to see you here. ഞാൻ ചേച്ചിനെ ഓൾറെഡി പറഞ്ഞു. When you walked in, you brought in a beautiful aura. അപ്പോൾ തന്നെ ചേച്ചിയുടെ സാരി ഒക്കെ കാണിച്ചിട്ട് like, Dave, don't worry, it's going to be a very calm energy. അപ്പോഴത്തേക്ക് ഞാൻ കാമായി ഞാൻ. So ചേച്ചി, to be honest, I want to start off by saying, ഇപ്പോഴത്തെ generation of ചേച്ചി, we are so involved into reels and shorts and podcast, talk shows. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് തന്നെ ഇപ്പം it's like a big thing going on. But during or in the hearts of millennials, you were the podcast, you were our talk show, you were the shorts, reels, everything. When I'm telling you this, ചേച്ചിക്ക് എന്താ പെട്ടെന്ന് ചേച്ചിയുടെ ജേർണി തിരിഞ്ഞു നോക്കുമ്പോൾ ചേച്ചിക്ക് മനസ്സിൽ വരുന്ന ആദ്യം? എൻ്റെ ഫസ്റ്റ് ഷോ ഡി ഫോർ ഡാൻസ്. അത് ഇപ്പൊ സച്ച് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. അത് ലൈഫിൽ അങ്ങനെ എല്ലാവർക്കും ഒന്നും കിട്ടൂല അങ്ങനത്തെ ഒരു ആ പൊസിഷൻ ഹാൻഡിൽ ചെയ്യാന്നുള്ളത്. അതായത് ടു ബി ലവ്ഡ് ബൈ എവ്രി വൺ. ഇപ്പൊ ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴത്തേനും ലൈക്ക് ഇപ്പൊ എന്റെ ഫ്രണ്ടിലുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവര് തലേ ദിവസത്തെ എപ്പിസോഡ് ഡിസ്കസ് ചെയ്യണതൊക്കെ കേൾക്കാൻ പറ്റും. ആൻഡ് ദെൻ വെൻ ദേ ടേൺ അറൗണ്ട് എന്നെ കാണുമ്പോഴത്തേനും അവരുടെ ആ ഒരു റിയാക്ഷൻ. ഞാൻ എല്ലാവരുടെയും വീട്ടിലത്തെ ആളായിരുന്നു ആ സമയത്ത്. അതൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. എല്ലാ വീട്ടിലും അക്സെപ്റ്റൻസ് കിട്ടിയിരുന്ന ഒരു വ്യക്തി. ചേച്ചി ഇപ്പോൾ പറഞ്ഞു യൂട്യൂബ് വാസ് നോട്ട് എ മീഡിയം ബാക്ക് ദെൻ. സോ എല്ലാവരും ഒരു പെർട്ടിക്കുലർ ടൈം രാത്രി ആകുമ്പോൾ ദേ ഗ്ലൂഡ് ടു ദ ടെലിവിഷൻ, ദ മെയിൻ സോഴ്സ് ഓഫ് എന്റർടൈൻമെന്റ്. And one beautiful Kumari comes there and that's you. I still remember, Chase, you had those cold eyes or a particular face and asking the smudge ഇത് നമ്മളൊക്കെ കുറെ കഷ്ടപ്പെട്ടിട്ട് ചേച്ചി. But you used to bring out those trends. ഇന്നാണ് get ready with me എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. But Chase, you were like beautiful and you had that, you were not a professional dancer but you had those dancers eye. And ചേച്ചി ഒരു ലൈൻ ഇടുമ്പോഴത്തേക്ക് അത് ക്യാപ്സ് ആയി മാറി. But അങ്ങനത്തെ you brought in a lot of trends, ചേച്ചി. But I think ഇപ്പോഴത്തെ Gen Alpha and Beta Gamma ക്ക് അറിയാത് தெரியாது. But millennials have a particular soul to some soul connection. So thanks for inspiring and being a get ready with me during this time. അന്നൊക്കെ എല്ലാം മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് അതൊക്കെ ചെയ്യണം. പക്ഷെ എനിക്ക് കണ്ണ് വാലിടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഐ സ്റ്റിൽ ഡു ദാറ്റ് എ ലോട്ട്. We've seen it. ചേച്ചിന്റെ. So ചേച്ചി, to be honest, നമ്മളുടെ ഈ എല്ലാവരും ചൊല്ലണമെന്നുള്ള കോൺസെപ്റ്റ് തന്നെ ഇറ്റ്സ് ഡ്രീമേഴ്സ് ജസ്റ്റ് ലിവിങ് ദിയർ ഡ്രീം and others definitely getting inspired with it. And ഇപ്പം ചേച്ചി ഓൾറെഡി കുറച്ച് പോഡ്കാസ്റ്റും ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. We know how strong you have been, what all your battle, but we are not going to go there. I genuinely feel, as a viewer, as a fan that I was back then, viewing you 10 to 15 years back, I personally feel Jewel Maryയുടെ 2.0 വേർഷനാണ് തുടങ്ങാൻ പോകുന്നത്. Guys, you all have no idea what's coming up. So I feel today I'm going to take this honor and liberty. ചേച്ചിന്റെ ആ ഫൺ ചേച്ചിയില്ലേ, I'm going to have a beautiful segment on those bases. Because I think the audience are dying to see you there. So Chech, let's get back to D for Dance, where it all began. Not all began, you were already doing MCing, okay? D for Dance is when you started getting into people's hearts, for sure. When I'm talking about D for Dance, hosting and acting, what do you personally prefer, Chech? Is it hosting or acting or? രണ്ടും ആക്ച്വലി രണ്ടും രണ്ട് തരത്തിൽ റിവാർഡിംഗ് ആണ്. ഹോസ്റ്റിംഗ് പോലെ എനിക്ക് കൂടുതൽ പ്രിയം ലൈവ് ചെയ്യാനായിട്ടാണ്, ലൈവ് സ്റ്റേജസ്.
ബിക്കോസ് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോ സ്കൂൾ ടൈം കോളേജ് ടൈം ഒക്കെ പ്ലേസ് ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്ക് നാടകം ചെയ്യുമ്പോ ലൈവ് ഓഡിയൻസിന്റെ ആ അപ്ലോസ് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹൈ ഉണ്ടല്ലോ, അത് ഭയങ്കര ഡിഫറൻസ് സാധനമാണ്. സിനിമയിൽ പക്ഷെ നമുക്ക് ഡയറക്ടറുടെ അടുത്ത് നിന്ന് ഒരു അപ്രിസിയേഷൻ കിട്ടും, ക്യാമറമാൻ പറയുകയാണെങ്കിൽ അവിടെ ഉള്ള ക്രൗഡ് പറയും. ഇനി ഇത് കുറെ നാൾ കഴിഞ്ഞാണല്ലോ തിയേറ്ററിൽ കാണുന്നത്, അപ്പോഴേക്കും അതിന്റെ കുറച്ചൊരു സാധനം ലോസ്റ്റ് ആയി, നമ്മൾ വേറൊരു സോണിൽ എത്തിയിട്ടുണ്ടാവും. ബട്ട് അറ്റ് പ്രസന്റ് അപ്ലോസ് കിട്ടുന്ന സാധനം ലൈവ് സ്റ്റേജ് ആണ്. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ആങ്കറിങ് കുറച്ചും കൂടെ ഞാൻ അതിനെ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കുന്ന ഒരാളാണ്. വൈൽ ഐ ഡു ഷോസ്, ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴാണെങ്കിലും ആളുകളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണെങ്കിലും ഞാൻ വളരെ കെയർഫുൾ ആണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അറ്റ്മോസ്റ്റ് റെസ്പെക്ട് കൊടുത്ത് മാത്രം സംസാരിക്കണമെന്ന് നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് രണ്ടും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ഒരു കൂടുതൽ പ്രിയം എന്ന് ഞാൻ പറയൂല. But Chej, it's so wonderful because ഞാനിപ്പം ചേച്ചിക്ക് you're not prepared, right, Chej? In certain area of you telling you love to handle that pressure, but that gives you more kick. Immediate rewarding ആണല്ലോ. She's done a fab job, so that gives you like that high. ചേച്ചിക്ക് എപ്പോഴെങ്കിലും ഒരു moment ഉണ്ടായിട്ടുണ്ടോ during the hosting or thing where suddenly your earphones are not working, ചേച്ചിന്റെ command control മൊത്തം പോയി and you wing it like a pro? അതിപ്പം you can't solely depend on the producer there because live stage ആണ്. There may be hundreds of thousands of people on the ground. എല്ലാം നമ്മുടെ കയ്യില. നമ്മളാണ് അവിടെ ഓൺ സ്റ്റേജ് ഡയറക്ടർ. വി ഹാവ് ടു ബി വെരി prompt and present there. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്യണം. എല്ലാം ഇംപ്രോംപ്റ്റീവ് ആയിരിക്കും. മിക്കപ്പോഴും ഷോസ് we'll have a skeleton of what's going to happen, what all are going to come. പക്ഷെ ലൈവ് സ്റ്റേജസിൽ ഈ വരാൻ പോകുന്ന ആൾക്കാരുടെ ലിസ്റ്റൊക്കെ പലതവണ മാറി മറിയും. അതൊക്കെ നിമിഷ നേരത്തിലൊക്കെ മാറിക്കൊണ്ടിരിക്കും. അവിടെ എങ്ങനെ നമ്മൾ സ്മാർട്ട് ആവുക, പാളിപ്പോവാതെ പാളും എന്നുള്ളത് 101% ഉറപ്പാണ്. എല്ലാ ആങ്കേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, ലൈവ് സ്റ്റേജസിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് പോകും. പക്ഷെ നമ്മൾ വീഴുമ്പോൾ പൂച്ച പോലെ വീഴണം, 4 കാലിൽ ലാൻഡ് ചെയ്തോളാം എങ്ങനെയെങ്കിലും. അവിടെ മറിഞ്ഞടിച്ച് വീട് കുളമാക്കരുത്. യു ഹാവ് ടു ലാൻഡ് ഓൺ 4 legs. എന്നിട്ട് നമ്മൾ പയ്യെ എഴുന്നേറ്റിട്ട് ഒരു കാറ്റ് വാക്ക് കൊടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ അടുത്തലോട്ട് ഇങ്ങനെ സ്വിച്ച് ചെയ്യണം. ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് ഒരു ഐഡിയ കൊടുക്കരുത്. നമ്മൾ നാശഭൂഷണമായിട്ടാണ് അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. മെറ്റഫർ ഭയങ്കര പൂച്ചന്റെ മാതിരി വീണപ്പോ കാറ്റ് വാക്കില് മാറി എക്സ്പീരിയൻസ് വരുന്നുണ്ട്. ചേച്ചി വി മിസ്ഡ് യു ലൈക്ക് ദിസ് ചേച്ചി. ഇറ്റ്സ് വണ്ടർഫുൾ ടു ഹാവ് യു ഹിയർ. ആൻഡ് ചേച്ചിന്റെ ഇത് പറഞ്ഞ മാതിരി നമ്മളിപ്പോ ചേച്ചി പറഞ്ഞു നമുക്കൊരു പ്രോബ്ലം സ്റ്റേജിൽ വരുമ്പോ നമ്മളുടെ കയ്യിലാണ്. ചേച്ചി മറ്റേ റിയാലിറ്റി ഷോ ഒക്കെ ചെയ്യൂലേ, അപ്പൊ ചേച്ചി സീക്രറ്റ്ലി ഡു യു എക്സ്പെക്ട് ഇന്നൊരു പ്രോബ്ലം ഉണ്ടായ രസമായിരിക്കും? ഓൾറെഡി പ്രോബ്ലം അല്ല, ഓൾറെഡി ഇങ്ങനെ ടാസ്കുകൾ വന്നുകൊണ്ടേയിരിക്കും റിയാലിറ്റി ഷോയുടെ ഒക്കെ ഫ്ലോറിൽ. അല്ലെങ്കിൽ മൊമെന്റ്സ് വീണോണ്ടിരിക്കും. ഞാൻ പരമാവധി എൻ്റെ കൂടെ ഉള്ള ഡയറക്ടേഴ്സിനോടാണെങ്കിലും നമ്മുടെ മെമ്പേഴ്സിനോടാണെങ്കിലും ഞാൻ പറയുന്നത്, ഇംപ്രോംപ്റ്റു തരിക, എനിക്ക് അത് വിട്ടേക്കുക. എന്നിട്ട് നമുക്ക് വരണതിൽ നിന്ന് നല്ല കണ്ടന്റ് കിട്ടും, ഓർഗാനിക് ആയിട്ടുള്ള കണ്ടന്റ് കിട്ടും. ഡോണ്ട് പ്ലാൻ ടു മച്ച് എന്നുള്ളതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. ലൈഫിൽ മൊത്തത്തിൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ആണല്ലേ ചേച്ചി? ആൻഡ് ചേച്ചി ഈ ലൈഫ് ആറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഐ റിയലൈസ് യു ആർ July 11th born. You're a Cancerian. I'm also Cancerian. I'm July 15th people. So immediately when you said no, like I think we revolve around people. But I think we are but empaths in nature. But I think നമ്മളുടെ ക്യാരക്ടറും എനിക്ക് ചേച്ചി കുറേ പറയുമ്പോൾ it's hitting directly to where I'm coming from. അതുകൊണ്ട് ചേച്ചി പറഞ്ഞല്ലോ ലൈക്ക് അവിടെ ഉള്ളപ്പോഴും it's all with me and your stress you are only handling. Nobody പുറത്ത് ആർക്കും അറിയില്ല നമ്മളിങ്ങനെ. ഞാൻ അതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ജൂലൈ വോൺസിനെ മാത്രമല്ല ജനറലി ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരെ പറയുമ്പോഴത്തേനും വി ഓൾവേസ് യൂസ് ദ വേർഡ് സെൻസിറ്റീവ് ആണെന്ന് പറയും. ബട്ട് ഐ ഇവോൾവ് ഫ്രം ബീയിങ് സെൻസിറ്റീവ് ടു ബീയിങ് എ സെൻസിബിൾ പേഴ്സൺ. എൻ്റെ സെൻസിറ്റിവിറ്റി ആണ് എന്നെ സെൻസിബിൾ ആക്കിയത്. ബിക്കോസ് നൗ I deeply feel things, but I'm not attached to that emotion, but I understand what it means. That's a beautiful place. അതാണ് എവല്യൂഷൻ. നമ്മൾ സെൻസിറ്റീവ് ആയിട്ട് കുഴിയിൽ നിന്നും കുഴിയിലേക്ക് പിന്നെയും ഒരു കുഴിയിലേക്ക് പോകാതെ somewhere we have to find a ground and then start to acknowledge that emotion. അപ്പോൾ we'll start learning the meaning behind that. Attachment ഇല്ലാണ്ട് അവിടെ നിന്ന് നമുക്ക് വേറൊരു ഗ്രോത്ത് വരും. തനിക്കത് വരും.
Since she's a fellow Cancerian, you will gain that. That comes with the age. അത് ഞാൻ പറയാം. That comes with age and experience. അത് വരും പക്ഷേ. Okay. To all those July born Cancerians, you are being sensitive right now, but you will be sensible tomorrow. നിങ്ങളുടെ സൂപ്പർ പവർ ആണ് അത്. It is നമ്മുടെ hardcore power. ഭയങ്കര പവർ ആണ്. It's a beautiful power to have, Cheech. I feel we feel all നമ്മളെ the emotions. empaths ആണെന്ന്. Later you will evolve to a dark empath. വേറെ സോൺ. ഡാർക്ക് പറഞ്ഞപ്പോ ഞാൻ എവിടെയാ പോകുന്നതെന്ന് വേറെ സോണാണത്. ചേച്ചി ഇപ്പൊ പറഞ്ഞു, ചേച്ചിന്റെ ഒരു ഇന്റർവ്യൂ when I was looking, you were saying that now I have learned to observe me, detaching that. ചേച്ചി ഇപ്പൊ പറഞ്ഞല്ലോ, I think that's shown ചേച്ചി. Like ചേച്ചി പറഞ്ഞു, ഞാൻ ആ സെൻസിറ്റിവിറ്റിന്ന് ചേച്ചി സെൻസിബിൾ എത്താന് I think life also has been through that, and that's how you like opened out the shell, like this is how I am, F the world എന്ന രീതിയിൽ. അങ്ങനെയുമല്ല. There is emotion attached to that. There is resistance towards the world. There is aggression towards the world. എനിക്ക് അതൊന്നുമില്ല. That's beautiful. എന്നാ ഞാനിപ്പോ സെൻസിറ്റിവിറ്റി അതാ ഞാൻ പറഞ്ഞ അതിലേക്ക് എത്തും എന്നുള്ളത്. For me, life is not happening to me. Life is happening and I'm experiencing it. It is not happening to me. എല്ലാവരുടെ പ്രശ്നം ഇതാണ്, എനിക്കിത് സംഭവിച്ചു, എനിക്കിങ്ങനെ കിട്ടി, എന്നോട് ഇങ്ങനെ വന്നു. അല്ലാന്നേ, അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. And you are a mere observer. കുറച്ച് മേത്ത് തട്ടണ്ടെന്നേ ഉള്ളൂ. ഞാൻ വേറെ ഇന്റർവ്യൂവിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോയ സമയത്തിൽ കടിച്ചു കിടക്കണ്ട. നമ്മൾ വേറൊരു സ്പോട്ടിൽ ഓൾറെഡി എത്തി, അവിടെ എന്താന്നുള്ളത് നോക്കുന്നുള്ളത്. സോ നമ്മൾ അത് മറക്കും, ആ മൂമെന്റ് ലിവ് ചെയ്യാനല്ലേ, when we have that excess baggage with us. That's wonderfully put, Cheech. Oh my god, Cheech ipo parayumbom, so basically I have battled PPD myself. Postpartum depression was something that I've really battled. So Cheech ipo parayumbom, I'm like, it felt like ipo adoru enikku oru ഭയങ്കര ഒരു ഫേസ്ഡ് ഔട്ട് മൂമെന്റ് ആണ്. ഇറ്റ്സ് ബ്ലർഡ് ആൻഡ് നൗ ഐ ഫീൽ നൗ നീഡ് ടു ടേക്ക് ദിസ് ഇനീഷ്യേറ്റീവ് ടു സ്റ്റാർട്ട് ദിസ് പ്ലേസ് ഓൺലി. You know, it's resonating, ചേച്ചി ഇപ്പൊ പറയുന്നത്. You'll get there എന്ന് പറയുമ്പോൾ I feel I'm going to get there. Let's just do that first step now. That's beautiful, ചേച്ചി. പിന്നെ ഞാൻ ഒരിക്കലും പറയില്ല, ജനറലി ആൾക്കാർ ഞാൻ ഈ പറയണേനൊക്കെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ ഇമോഷൻസ് ഒന്നും ഇല്ലാതിരിക്കണം, അങ്ങനെയല്ല. നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ നിങ്ങൾ അതിനെ ഫുൾ സ്ട്രെങ്ത്തിൽ അക്നോളജ് ചെയ്യുക. സങ്കടം വരുമ്പോൾ നിറച്ച് കരയുക, കരഞ്ഞ് നിലത്ത് കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് കരയുക. പക്ഷെ കരഞ്ഞ് തീർക്കണം. ഡോണ്ട് ക്യാരി ഇറ്റ് വിത്ത് യു. അത് തീർന്നോടം വരെ കരഞ്ഞു തീർക്കുക, എന്നിട്ട് എഴുന്നേക്കണം. അപ്പൊ ഇങ്ങനെ നമ്മളെപ്പോഴും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. തീർത്ത് എഴുന്നേറ്റ് പോണം. തീർക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്തു, തലയൊക്കെ തല്ലി കരഞ്ഞു, എന്താണ് അലറിയൊക്കെ കരഞ്ഞു, എന്ത് വേണമെങ്കിലും ചെയ്തു. ഐ ഡു സച്ച് തിങ്സ് എ ലോട്ട്. ഞാൻ എനിക്ക് അറിയാവുന്ന സ്ത്രീകളോടൊക്കെ പറഞ്ഞു കൊടുക്കും, കരയുക. ഇതൊക്കെ ഭയങ്കര പവറാണ്. ഹ്യൂമൻ ഇമോഷൻസ് ഒന്നും ഇങ്ങനെ ബേർഡൻ ആവരുത്. എന്തിനാണ് മനുഷ്യർക്ക് കരയാൻ കഴിവ് കൊടുത്തിട്ടുള്ളത്? അതതിന്റെ ഫുള്ളസ്റ്റ് ആയിട്ട് കരയണം. എന്തിനാണ് സ്നേഹിക്കാൻ കഴിവ് കൊടുത്തിട്ടുള്ളത്? അങ്ങനെ ഫുള്ളസ്റ്റ് ആയിട്ട് സ്നേഹിക്കണം. കയ്യിലുള്ള സാധനങ്ങളൊക്കെ ചെലവാക്കുക, ഇതൊന്നും കൂട്ടി വെക്കരുത്. പൈസ പോലെയല്ല, ഈ പക സാധനങ്ങളൊന്നും കൂട്ടി വെക്കരുത്. ഇതൊക്കെ പൈസയും ചെലവാക്കട്ടെ, പൈസയും ചെലവാക്കണം. ബിക്കോസ് അപ്പോഴാണ് അതെ ഫ്ലോ ഓഫ് മണി. ചേച്ചി ഇപ്പൊ പറഞ്ഞല്ലോ, നമ്മള് ചേച്ചി വെൻ യു ക്രൈ ആൻഡ് വെൻ യു ഇമോട്ട് അത്രയും എക്സ്പ്രസ് ചെയ്ത്, എന്നിട്ട് ചേച്ചിന്റെ സ്ട്രഗിൾസും പറഞ്ഞിട്ടുണ്ട് പലയിടത്തും. യു ടോൾഡ് ഹൗ യു ഫോട്ട്, ഹൗ യു കം ഔട്ട് ഓഫ് ദോസ് ഫേസ്. ഇതിലൊക്കെ വരുന്ന ഒരു ടേം ഹീലിംഗ് ആണ്. യു ഹീൽഡ് യുവർ സെൽഫ് ആൻഡ് ദാറ്റ്സ് ഹൗ യു ആർ റീച്ചിങ് യുവർ ചേഞ്ച്. ഹൗ ഡസ് ഹീൽ ലുക്ക് ടു യു ഓർ ഹീലിംഗ് ലുക്ക് ടു യു? വാട്ട് ഹെൽപ് യു ആക്ച്വലി ഹീൽ? എന്നെ സംബന്ധിച്ചിടത്തോളം ഹീലാവുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഫിസിക്കൽ ഹീലിംഗ്, ഒരു അസുഖം മാറി വരുന്നത് നമുക്ക് ഫിസിക്കലി ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്ര ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ബ്ലഡ് പ്രഷറൊക്കെ കുറയ്ക്കുന്നത് നമുക്കതിൻ്റെ ക്വാണ്ടിറ്റി അറിയാൻ പറ്റും. ബട്ട് ഇതൊന്നും അല്ലാതെ ഒരു ഹ്യൂമൻ ഹീലാവുന്നത് അവൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങൾ ഇങ്ങനെ ഇല്ലാതാവുമ്പോഴാണ്. വിൽ ബിക്കം വെരി ലൈറ്റർ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഞാൻ ഇപ്പം നമ്മുടെ സുരഭി ലക്ഷ്മിയുടെ വീട്ടിലായിരുന്നു. അപ്പം ഞാൻ ആളുടെ അമ്മയ്ക്ക് ഞാൻ പാട്ട് പാടി കൊടുക്കുക. അപ്പം അമ്മ ഇരുന്നത് ഭയങ്കര സ്വീറ്റായിട്ട് കേൾക്കണു. അപ്പം ഞാനിങ്ങനെ ഓർത്തൊരു കാര്യമുണ്ട്. എൻ്റെ ലൈഫിൽ ഒരു പോയിന്റ് വരെ എന്നോട് ഒരാൾ പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ ദോ ഐ സിങ് വെരി വെൽ, എനിക്ക് കഴുത്തിൽ ഇങ്ങനെ പിടുത്തം വരും. എനിക്ക് ആരോ എന്നെ ചോക്ക് ചെയ്യണ പോലെ ഫീൽ ചെയ്യും. എനിക്ക് പാടാൻ പറ്റില്ല. എനിക്ക് അത് ഭയങ്കര പ്രയാസമാണ്. എന്നാലും ഞാൻ എങ്ങനെ ഒരു ഒപ്പിച്ചൊക്കെ പാടും. എൻ്റെ ഇനിഷ്യൽ റിയാലിറ്റി ഷോ ടൈമിലൊന്നും നിങ്ങൾ എന്നെ പാട്ട് പാടുന്ന എവിടെയും കണ്ടിട്ടില്ല. അതെനിക്ക് പേഴ്സണലി ഭയങ്കര പ്രശ്നമാണ്.
പല സാഹചര്യങ്ങളും വോയിസ് സപ്രസ്ഡ് ആയി പോയൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ട്രൂത്ത് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ് ഈ പാടുക എന്നുള്ളതും. അത് അവിടെ നിന്ന് വരേണ്ട ഒരു സാധനമാണ്. ബട്ട് വൺസ് ഐ സ്റ്റാർട്ടഡ് ടു ലിബറേറ്റ് മൈസെൽഫ് ഫ്രം ദീസ് കനമുള്ള ഇമോഷൻസ്, അത് വിട്ട് പോകും തോറും പാടാനൊക്കെ പറ്റി തുടങ്ങി. വളരെ ഓണസ്റ്റ് ആയിട്ടും ട്രൂത്ത്ഫുൾ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഈച്ച് ടൈം ഐ സ്പീക്ക് ട്രൂത്ത്ഫുള്ളി അബൌട്ട് മൈസെൽഫ്, ഐ എം ബീയിങ് ലിബറേറ്റഡ് മോർ ആൻഡ് മോർ. അത് ഹീലിംഗ് ആണ് ശരിക്കും. ഒരാളുടെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ ഷെയിം ഇസ് വെയറിങ് ഓഫ്. ഗിൽറ്റ് എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് എൻ്റെ ലൈഫിൽ ഗിൽറ്റ് എന്ന് പറഞ്ഞൊരു പദമേ ഇല്ല. ഐ ഡു നോട്ട് ബിലീവ് ഇൻ ദാറ്റ് കോൺസെപ്റ്റ്. കുറ്റബോധം എന്നൊരു സാധനം ഇല്ല. ഇനി അങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടി ആരും വരണ്ട. അങ്ങനെ ഒരു സാധനം ഇല്ല. കുറ്റമില്ല. കുറ്റമില്ലാത്തവളാണ് ഞാൻ. ഐ വിൽ സേ കുറ്റം എന്ന് പറഞ്ഞൊരു തോട്ട് വരണത് ഇപ്പൊ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരാളെ കൊല്ലുകയോ മോഷ്ടിക്കുകയോ എന്തെങ്കിലും അപഹരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കുറ്റമാണ്. പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ട് അത് ചെയ്യുന്നില്ല. അല്ലാത്ത പക്ഷം എൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ എൻ്റെ എന്താ പറയാ എൻ്റെ സ്നേഹങ്ങൾ നിങ്ങളുടെ ചട്ടക്കൂടിന്റെ അകത്ത് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കുറ്റമൊന്നുമില്ല. അത് എൻ്റെ ഓണസ്റ്റ് ഇമോഷൻസ് ആണ്. യു കാൺ ഷെയിം മീ ഫോർ ദാറ്റ്. ഇനി പറ്റൂല, അത് കഴിഞ്ഞു. അതൊക്കെ ഹീലിംഗ് ആണ് ആക്ച്വലി. ആ ലിബറേഷൻ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഹീലിംഗ്. ചേച്ചി സെറ്റിൽ വരുമ്പം എല്ലാരും ചൊല്ലണം എന്നുള്ള ഒരു ടൈറ്റിലാണ് നമ്മുടെ ഷോ. വെൻ ഐ ടെൽ യു ചേച്ചി എല്ലാരും ചൊല്ലണ, ചേച്ചിക്ക് ഈ വേർഡ്സ് ഞാൻ പറയുമ്പോ ആദ്യം വരുന്ന മെമ്മറി എന്താ? ആ പാട്ട് തന്നെയാ. ഞാൻ ചോദിക്കാൻ കാരണം എന്താ പറയാ, ചേച്ചി എപ്പോഴും ഒരു റെബൽ കിഡായിട്ട് യു കം അക്രോസ് ടു us. സോ ഐ സോട്ട് എനിക്ക് ഒരു സീൻ ഓർമ്മ വരുന്നു. തേന്മാവിൻ കൊമ്പത്തിൽ മറ്റേ ലളിതാമ്മ ഇങ്ങനെ പറയൂലേ, അങ്ങനെ സീൻ ഇല്ല ആക്ച്വലി. അതാണ് ഓർമ്മ വന്നത് ആക്ച്വലി. അങ്ങല്ല ലളിത ചേച്ചിന്റെ അടുത്തുനിന്നാണ് ഓർമ്മ ചേച്ചി വന്നത്. പാട്ട് ഓൾറെഡി എല്ലാവർക്കും മനസ്സിൽ വരും. അതിന് അത്ര ഫേമസ് ഒരു പാട്ടാണ്. Then let's speak about your wonderful acting journey, Jade. You have come through യൂട്ടോപ്യയിലെ രാജാവ്, പത്തേമാരി യൂട്ടോപ്യയിലെ രാജാവ്. You should say that correctly. ഉട്ടോപ്യയിലെ ഞാൻ കുറച്ച് മോഡേണായി പറഞ്ഞു പോയതാണ്. ഞങ്ങൾ മലയാളത്തിലെ പടത്തിന് ഉട്ടോപ്യ എന്നാണ് പേരിട്ട്. ഞാൻ കൊച്ചു പറഞ്ഞ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഉണ്ട്. യൂട്ടോപ്യ തന്നെ പറയണം. പക്ഷെ ഉട്ടോപ്യാണ് സിനിമയുടെ പേര്. ഉട്ടോപ്യാണ്. You've acted with Vijay Sethupathi as well. മാമനിത്. That's wonderful. I saw those acting clips in the Ravel. I was just going through because this had not come in my feed before. Like, you did a fabulous job. You were so convincing. And Devame, you were amazing in Pattemari. Of course, that's the character which everybody, ella veetilum ettipattu emotion character ana. Pashe Vijay Sethupathi kuda you're like slaying Jade. You were amazing as an actor. ചേച്ചിക്ക് ആ മെമ്മറീസ് എന്തെങ്കിലും നല്ല ഇൻസിഡന്റ്? ഭയങ്കര സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. സച്ച് ജെം ഓഫ് പേഴ്സൺ. പക്ഷെ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, പുള്ളി സെറ്റിൽ വരുന്ന എല്ലാ ആൾക്കാർക്കും ഉമ്മ കൊടുക്കും. എന്നിട്ട് ഈ വഴി സകല ആലപ്പുഴയിലാണ് ഷൂട്ട്. അവിടെ പറഞ്ഞ സകല ആൾക്കാരും ആ ജനലൊക്കെ എല്ലായിടത്തും വന്നിട്ട് അപ്പൊ വിജയ് സേതുപതി എന്റെ അണ്ണ ഒരു ഉമ്മ അണ്ണ, ഞാനവിടെ ഇരുന്നോട്ട് അടിപൊളി. പുള്ളി എല്ലാവർക്കും ഉമ്മ കൊടുക്കും. നമ്മൾ ഇറങ്ങുമ്പോ ഒരു ജനസമുദ്രമാണ്. ഞാൻ ഉടുത്തിരിക്കണ ഒരു സാരിയൊക്കെ അതിലെ ക്യാരക്ടർ അങ്ങനെ. നമ്മൾ അതിന്റെ സൈഡിൽ കൂടെ ഒതുങ്ങി ഉമ്മയൊന്നും കൊടുക്കാൻ പറ്റില്ല. ഒരു സൈഡിൽ കൂടെ പോകുമ്പോഴത്തേനും നാട്ടുകാര് വിജയ് സേതുപതിക്കല്ലാത്ത ജാടയുള്ള ഇവൾക്ക് എത്ര ജാട. ഞാനിങ്ങനെ ആ ക്രൗഡിന്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മള് 4 തരത്തിൽ തിരിച്ചു തരും. അത്രയും ഉന്തള്ളുവാണ് അവിടെ. പുള്ളി ഇങ്ങനെ ഒരു എല്ലാവർക്കും ഉമ്മകളുടെ പ്രവാഹമാണ്. എനിക്ക് തോന്നുന്നു ജെന്വൻലി അവർ അങ്ങനെയാണ്. ലൈക്ക് ഹിസ് ഗോട്ട് ടു മച്ച് ഓഫ് ലവ് ടു ഗിവ് ഓൾസോ അല്ലേ. ആ ചേച്ചി പറഞ്ഞ ഹ്യൂമിലിറ്റി വേർഡ് ഐ ഫീൽ ഹീസ് എ വെരി ഭയങ്കര ഗിവറാണ്. എന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഷോട്ട് അവിടെ എടുത്തോണ്ടിരിക്കുക. എന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു ആൻഡ് ഐ വാസ് അബൌട്ട് ടു ലീവ്. അപ്പൊ ഞാൻ പോകുന്നതിന് മുന്നേ ഞാൻ പോയി പറയാന്നുള്ള പ്ലാനിൽ തന്നെ ആയിരുന്നു. അപ്പൊ എന്റെ കഴിഞ്ഞു എന്ന് അറിഞ്ഞ ഉടനെ അത് ഓടിയൊക്കെ വന്ന് എന്താണ് ഹഗ് ചെയ്ത് അമ്മാ നീങ്ക ரொம்ப நல்லா നടിച്ചിരിക്കാം. എന്റെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ കുടുകുടാ വെള്ളം വരുന്നു. ആരെന്തൊക്കെയാ പറയുന്നത് ആ സെറ്റിലുണ്ടായിരുന്ന വേറൊരാൾക്ക് കറക്റ്റായിട്ട് റെമ്യൂണറേഷൻ കിട്ടിയില്ല. സീനിയർ ഒരാളാണ്. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും വിജയ് സേതുപതി പ്രശ്നം ഉണ്ടാക്കിയെന്ന് അവിടെ.
ആ കാശ് കൊടുക്കാതെ ഞാൻ അഭിനയിക്കില്ല എന്നൊക്കെ പറഞ്ഞു. Whoa. പുള്ളി ഹീറോ ആണ്, ഹീറോ. Mic drop. ശരിക്കും ഇതിലേക്ക് റിയൽ ഹീറോ അല്ലേ? ചേച്ചി അഭിനയിച്ച ഒരു പടം ഉണ്ടല്ലോ, ഗെറ്റ്സ് ഇറ്റ് ബേബി. അതില് നമ്മൾ റീലില് വളരെ ഫേമസ് ആയി പോയിക്കൊണ്ടിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡയലോഗ് ഇരിക്ക. So Chech basically goes to this sperm bank, if at all they're not aware of that line. So she goes and she's like, പൈസ എനിക്ക് വിഷയമല്ല, ചൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പം ചേച്ചി പറയും ടോവിനോണ്ട് കിട്ടും. ചേച്ചി ഐ ജെന്യുവൻലി ലവ് സോ മച്ച്. എനിക്ക് ആകെ ചോദിക്കേണ്ടത് ഇത് ചേച്ചിന് കൈ സ്ക്രിപ്റ്റിലുള്ളതാണ്. അവരെന്നോട് പർട്ടിക്കുലർലി ചോദിച്ചത് ഇത് ചോദിക്കാൻ പറ്റുമോ എന്ന് തന്നെയാണ്. അത് തന്നെയായിരുന്നു കാസ്റ്റ് ചെയ്യാൻ വിളിച്ചപ്പോൾ ചോദിക്കും. ഞാൻ ടോവിനോയ്ക്ക് നോക്കിയാണോ, പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല, അന്ന് എനിക്ക് കുഴപ്പമില്ല, അങ്ങേർക്കൊരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ളതേ ഉള്ളൂ. അതർവൈസ് അതൊരു ഫൺ മൊമെന്റ് ആയിരുന്നു. അത് അഭിനയിക്കുന്നത് ഭയങ്കര രസമുള്ള സാധനമായിരുന്നു. എന്റെ ചിരി വന്നിരിക്കായിരുന്നു എല്ലാവർക്കും. She actually acted from Mammootty sir to Vijay Sethupathi sir. Nammal Tamillanenge Vijay Antony sir, and now Unni Mukuthan sir. We're waiting to see more, Chech. I think going to be an amazing part 2, version 2 is coming up. Part 2ലേക്ക് എനിക്ക് വേറെ കുറച്ച് പ്ലാൻസ് ഉണ്ട്, ഞാൻ പറയാം. അടുത്തൊരു ഇന്റർവ്യൂല് എനിക്ക് എന്നെ തന്നെ ഒന്ന് റീഡിഫൈൻ ചെയ്തൊരു പുതിയ വെർഷൻ ഇറക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. ഇനി റിലീസ് മൊമെന്റ് ആണ്, കർട്ടൻ റേസ് ആണ്. ആ കർട്ടൻ റേസിൽ ലെറ്റ്സ് ഗെറ്റ് ഇൻടു എ സ്മോൾ ഗെയിം എപ്പിസോഡ്. Okay, Chech? Guys, today's fun segment or the game segment is called Never Have I Ever. And ഈ നെവർ ഹാവ് ഐ എവറില് വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് ചേച്ചി. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ചേച്ചി ഇത് ചെയ്തിട്ടുണ്ടോ ഓ ചെയ്തിട്ടില്ല, അത്ര മാത്രമേ ഉള്ളൂ. നെവർ ഹാവ് ഐ എവർ. ചേച്ചി, are you ready for the question? Yes. Okay. ചേച്ചി, never have I ever proposed to a guy first. Have you ever proposed to a guy? Never have I have or never? Actually, never. You never, because you come across so bold. അതുകൊണ്ടല്ല, I have been proposed to. Always. The men should change. അതാണ്, I like it. എന്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. യു ഷുഡന്റ് ഓൾവേസ് വെയിറ്റ് ഫോർ ദം ടു ചേസ് യു ആൻഡ് ജസ്റ്റ് ഷോ ദ പ്രസൻസ്. ആ പ്രസൻസ് കാണിച്ചു കൊടുക്കണം, അതിലാണ് ഗെയിം. അതൊരു കലയാണ്, അതൊരു കലയാണ്. ഓക്കെ, ഉള്ളിൽ കൂടെ ഇങ്ങനെ അതൊരു കലയാണ് ആക്ച്വലി. To show the presence, അല്ലേ? Yeah, I think I feel that. ഇപ്പൊ അതായത് അറ്റ് പ്രസന്റ് സിംഗിൾ ആണ്, പക്ഷെ ഓൾമോസ്റ്റ് എവറി ഡേ എനിക്ക് ഇൻസ്റ്റഗ്രാമില് proposals വരുന്നുണ്ട്. People telling me things like, I want to grow old with you. I want to share my happiness and sadness with you. I want to love you till your last breath. ഈ സാധനങ്ങളൊക്കെ കവിതകൾ അയക്കുന്നവരുണ്ട്. അപ്പോ അപ്പൊ നമ്മൾ എവിടെയാ പ്രസൻസ് കാണിച്ചേക്കുന്നത്? ഇൻസ്റ്റയില് ഞാനിടുന്ന ഫോട്ടോസ്, എന്റെ ഫെമിനിൻ ബീയിങ്, അത് ഓൾറെഡി പബ്ലിക്കൈസിലുണ്ടല്ലോ. See, people see this. Yes, people fall for this. So it's always the men who's shown the interest you. Yeah. Okay, JJ. Second question. Never have I ever said I'm not hungry and then had the full food of the other person. Never. എനിക്ക് വിശന്ന ഞാൻ അപ്പൊ പറയും. സത്യസന്ധമായിട്ട് ഞാനത് പറയും. എനിക്ക് വിശക്കുണ്ട്, കുറച്ച് ചോറ് തരൂ. എനിക്ക് അങ്ങനെ ഒരു നാണക്കേടേ ഇല്ല. സോ നൈസ് ചേച്ചി. ഞാൻ ചിലപ്പം ഡയറ്റ് ഒക്കെ വരുമ്പോ എന്റെ കോച്ച് എടുത്തിട്ട് ഞാൻ പറയും, അയ്യോ വിശക്കുന്നില്ല, ഉള്ളിൽ എനിക്ക് ഇങ്ങനെ പേടിക്കുന്നില്ല കഴിക്കാനുള്ള വിശപ്പിന്റെ കാര്യത്തിൽ എനിക്ക് സത്യം പറയാൻ മാത്രമേ അറിയുള്ളൂ. I love it. I can't do it otherwise. Third question. Never have I ever stalked someone's profile accidentally or on purpose. I have. I always do that. We all stalk. You're always in my eyes. I am following you. I love it. Did we miss something, guys? നമ്മൾ എന്തോ ഇത് ഒരാളോടല്ല, പലരോടും. നീയൊക്കെ ഒന്ന് അനങ്ങിയാ ഞാൻ അറിയാം. സ്റ്റോക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ എന്നെ റെസ്ട്രിക്ട് ചെയ്തിട്ട് ഞാൻ വേറെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് വീണ്ടും ഫോളോ ചെയ്തിട്ട് സ്റ്റോക്ക് ചെയ്തിട്ട് എത്ര പേരുണ്ട്. എന്താ ചെയ്യാ, ആ ഒരു കാര്യത്തിൽ ഞാനൊരു പാത്തോളജിക്കൽ സ്റ്റോക്കർ ആണോ എന്ന് വരെ എനിക്ക് സംശയം തോന്നാറുണ്ട്. അതെന്റെ ഒരു മോശം വശമാണ്. ഇത്രയൊന്നും ആരെയും സ്റ്റോക്ക് ചെയ്യരുത്. എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ഹിഡൻ അക്കൗണ്ട്സ് നന്നേ ഉള്ളൂ ചേച്ചി ഇപ്പൊ പറയുന്നത്.
അടുത്തൊരു പെത്തോളജിക്കൽ സ്റ്റോക്കർ കണ്ടെത്തിയിരിക്കുകയാണ് ഗൈസ്. My Bharta will have a lot of questions after this question. പാസ്റ്റ് മാത്രല്ല, അതായത് നമ്മുടെ എക്സസിന്റെ പഴയ എക്സസിനെ വരെ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു മനോരോഗിയാണ് ചില സമയങ്ങളിൽ ഇത്. അതാണ് ഞാൻ ആലോചിച്ചത്. ഞാനൊക്കെ സ്റ്റോക്ക് ചെയ്ത് എവിടെ വരെ പോയിട്ടുണ്ടെന്ന് അറിയാമോ? ഇടയ്ക്ക് ഞാൻ ചിന്തിക്കും, അവരിപ്പൊ എന്താ ചെയ്യണേ? കൊള്ളാലോ. വേറെ നെഗറ്റീവ് ഇന്റൻഷൻ ഒന്നുമില്ല, ഇവരൊക്കെ എന്താ ചെയ്യണമെന്നുള്ളത് അറിയണം. പക്ഷെ ഇവരെ ഒന്ന് നേരിട്ട് കാണാൻ നമുക്ക് താല്പര്യം. നമ്മൾ ജസ്റ്റ് ക്യൂരിയസ്. അത് ക്യൂരിയസ് ആണ്. Fourth question. Never have I ever typed a long reply and then deleted and sent only okay. ആ ഓക്കേയുടെ പുറകിൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ടായിരുന്നു. അല്ലടാ, ഞാൻ ഓക്കെ എന്ന് മാത്രമല്ല കൊടുക്കാം, ഞാൻ ഇതങ്ങോട്ട് വിടും, അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യും. Then they are like, എന്താ ഇപ്പൊ അയച്ചത്? നീ അനുഭവിച്ചു. എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചോദ്യം വരും, എന്തോ ഇപ്പൊ അയച്ചല്ലോ, എന്താ പറ. പിന്നെ കട്ട ആറ്റിറ്റ്യൂഡ്. ആ ഒരു ചിലപ്പോ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പാരഗ്രാഫ് എഴുതും, എന്നിട്ട് ഞാനത് 2 പ്രാവശ്യം വായിക്കും. ഒരു ആശ്വാസം കിട്ടിയില്ല, ഡിലീറ്റ് ചെയ്തേ. അവർക്ക് അയക്കണ്ട, ഞാൻ തന്നെ വായിച്ച് എനിക്ക് തൃപ്തിയാവുമ്പോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. അത് വേണമെങ്കിൽ അവര് കണ്ടുപിടിച്ചോട്ടെ എന്നുള്ള രീതിയിൽ. അവര് ചിലപ്പോ തുമ്മും, അപ്പൊ എന്നെ ആരോ പ്രാകുന്നുണ്ടല്ലോ. അതൊക്കെ Never have I ever felt pressure to live up to other people's expectation. I haven't. ഒരു കാലഘട്ടം വരെ ഇത് തന്നെയായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് ഇസ് യുവർ റിയാലിറ്റി. യുവർ റിയാലിറ്റി വിൽ നെവർ ഡിഫൈൻ മൈ റിയാലിറ്റി അഗൈൻ ഇൻ മൈ ലൈഫ്. മൈ റിയാലിറ്റി ഇസ് മൈ സ്പേസ്. അവിടെ നിന്റെ ഒന്നും ഒരു എക്സ്പെക്ടേഷനും ഒരു വാല്യൂ ഇല്ല. യുവർ എക്സിസ്റ്റൻസ് ഡസന്റ് മാറ്റർ ടു മീ. ഇപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇത് ചോദിക്കണോ? നെവർ ഹാവ് ഐ എവർ സ്മൈൽഡ് ആൻഡ് തോട്ട് ഓക്കെ ബട്ട് നോ. അത് ഞാൻ ഓൾറെഡി ചോദിച്ചു. ചേച്ചി ആൻസർ നെവർ. എന്റെ മുഖത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമത്. എനിക്ക് ഓക്കെ അല്ലെങ്കിൽ യു വിൽ നോ ദാറ്റ്. ആ പണ്ടും അങ്ങനെയാ. I think they try to read you well. ആ ചേച്ചി ഓൾറെഡി പ്രൊജക്ഷൻ അങ്ങനെയാ, എക്സ്പ്രസീവ് ആണ്. അതെ അതെ അതെ. എന്നോട് പണ്ട് ഒരു പ്രാവശ്യം എന്റെ കോളേജ് പ്രിൻസിപ്പൾ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, പുള്ളിക്കാരത്തി എന്തൊക്കെ ഇതുപോലെ ചീത്ത ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ ഐ ഹാഡ് ദിസ് ഫേസ്, ഡോണ്ട് ബി ദാറ്റ് സർക്കാസ്റ്റിക് എന്ന്. എനിക്ക് സർക്കാസത്തിന്റെ അർത്ഥം ഒന്നും അറിയത്തില്ല. റൂമിൽ പോയിട്ട് അതെന്തോ സാധനം, ഇതാണല്ലേ ഞാനിട്ട് എക്സ്പ്രഷന്റെ പേര്. I am sarcastic. Never have I ever acted confident while completely confused. You've acted like I know everything. Oh yeah, on stage. But that confidence, you've done it so well. Yeah. Without showing that you're sometimes അടുത്ത എന്താ നടക്കാൻ പോണേന്നൊന്നും ഒരു ഐഡിയ ഉണ്ടാവൂല. പക്ഷെ നമുക്കൊരു 2 മിനിറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. എന്താ പരിപാടിയെന്നൊന്നും അറിയില്ല. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഓസ്കാർ ലെവൽ പെർഫോമൻസ് ആണ് നമ്മൾ ആ സ്റ്റേജിൽ കാണിക്കുന്നത്. അതാ ചത്താപ്പച്ച സിനിമയിൽ അതിന്റെ ഒരു സാധനം കിടപ്പുണ്ട്. അതിലാ റിങ്ങില് ഇങ്ങനെ MC ചെയ്യണ ചെക്കൻ ഇങ്ങനെ അടുത്താരാന്ന് ചോദിക്കുമ്പോഴത്തേന് താഴെ നിർത്തേ കയ്യിന്നിട്ടോ. ഇത് നടക്കാൻ കാര്യമാണ്. കയ്യിന്നിട്ടോ. നമ്മളപ്പോ ഇങ്ങനെ യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അതന്നെ നമുക്ക് നല്ലൊരു കൈയ്യടി കേൾക്കാം. വെറുതെ അടുത്തെന്താ പരിപാടി എന്നൊരു ഐഡിയ ഇല്ല. ആൾക്കാർ കൂവണത് വരെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം. ഞാനപ്പോ മോട്ടിവേഷൻ ഒക്കെ പറയും ആൾക്കാർക്ക് വേണ്ടിട്ട്. ഒരു ബന്ധമില്ലാത്ത മോട്ടിവേഷൻ ഒക്കെ അവിടെ കൊണ്ട് പറയും. But somehow I can connect dots. Yeah, Jade. And that's wonderfully put across. I think holding a crowd is like എന്താ പറയാ, നമ്മളുടെ ഈ സ്പീക്കേഴ്സ് പറയുന്നത് it's like to hold a crowd and they will calm down to listen. That you've always had command over voice. അത് പിന്നെ ഒരു കൺഫ്യൂഷൻ, ഉള്ളിൽ കൺഫ്യൂസ് ആണെങ്കിൽ പുറത്ത് നാങ്ക കാമിക്ക മാട്ടോ. ആ സമയത്ത് നമുക്കൊരു പവർ വരും. അത് 100% I agree completely. Never have I ever forgotten what I was saying mid sentence. പെട്ടെന്ന് ഇങ്ങനെ ഒരു തുടങ്ങി എനിക്ക് തോന്നി പോഡ്കാസ്റ്റ് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് മറന്നുപോയി. ഞാൻ മറന്നുപോകും. മിഡ് സെന്റൻസ് മറന്നു പോണോട്ടെ. നമ്മളിപ്പോ തലേ ദിവസം ഫോണിൽ സംസാരിച്ച കാര്യം
നീ ഇന്ന് വിളിച്ചിട്ട് അതുപോലെ തന്നെ ആദ്യം പോലെ പറഞ്ഞാലും ഞാനത് മുഴുവൻ ഫ്രഷ് ആയിട്ടിരുന്ന് കേൾക്കും. കാരണം എനിക്കൊക്കെ ഒരു ഓർമ്മ ഉണ്ടാവൂല തലേദിവസം നമ്മളെന്താ. മെനി ഓഫ് മൈ ഫ്രണ്ട്സ് ക്യാൻ ആക്ച്വലി റിലേറ്റ് ടു ദിസ്. ഓക്കെ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കും, ഈ കഥ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാ? ആ ഒന്നുകൂടെ പറയടാ. ആദ്യം മുതൽ ഈ ചർച്ച എല്ലാം പറയും. Still you act surprised because it's coming first. എന്നിട്ട് അന്ന് പറഞ്ഞപ്പോ ഉണ്ടായ അതേ ഇമോഷൻസ് ഞാൻ വീണ്ടും പറയും. എത്ര പ്രാവശ്യം വേണമെങ്കിലും I can do that. Oh wow, ചേച്ചി. അരണ ബുദ്ധിയാ സത്യമായിട്ടും. എനിക്ക് അത്രയും ഇൻട്രസ്റ്റോടെ ഞാൻ നോക്കുന്ന ഒരു കാര്യമല്ലാതെ ബാക്കിയൊക്കെ ഇങ്ങനെ പാസിംഗ് ആണ് എന്റെ തലയിൽ കൂടെ. കൊച്ചിരി ADHD ഉണ്ട്. അപ്പൊ ഇതൊന്നും ഇങ്ങനെ അറ്റൻഷൻ ഒന്നും നിൽക്കുന്നില്ല. പക്ഷെ നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞാലും നിങ്ങൾക്ക് നല്ല ജെന്യൂൻ റിയാക്ഷൻ ഒക്കെ കിട്ടുന്നത്. കാരണം ആദ്യമായിട്ട് കേൾക്കണത് അത് ഒരു കുറ്റമില്ല. അതുകൊണ്ട് മെനി ഓഫ് മൈ ഫ്രണ്ട്സ് ഹു ഹാവ് ലവ് സ്റ്റോറീസ്, യുനോ ബ്രോക്കൺ മാരേജസ്, ബ്രോക്കൺ റിലേഷൻഷിപ്സ്, അവരൊക്കെ ബെസ്റ്റ് കോച്ച് ഞാനാണ്. കാരണം അവരെപ്പോ വന്ന് സങ്കടം പറഞ്ഞാലും ആദ്യമായിട്ട് കേൾക്കാണല്ലോ. അപ്പൊ ഞാൻ അതേ റിയാക്ഷൻ കൊടുക്കും, അതേ ഉപദേശം കൊടുക്കും. വീണ്ടും വന്ന് പറഞ്ഞാലും അവരും സമാധാനം കേൾക്കാൻ വേണ്ടിട്ട് കേൾക്കാൻ ഒരാളുണ്ടല്ലോ. ലൈഫ് കോച്ച്. Never have I ever felt proud of choosing myself. I have. I think that's a witness to everybody who is. That's why I'm here. That's why I'm like this now. അതിലൊന്നു that's like a statement. പ്രൗഡാണ്. എനിക്ക് എന്നോട് തന്നെ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ആ ചേച്ചി പറഞ്ഞല്ലോ നേരത്തെ ലിബറേറ്റിംഗ്. ഐ തിങ്ക് ദാറ്റ് ഒരു ഞാൻ കുട്ടിയായിരുന്ന പ്രായത്തിലുള്ള എന്നോടാണ് എനിക്ക് ഏറ്റവും നന്ദിയുള്ളത്. അന്ന് ക്രംബിൾ ചെയ്ത് വല്ല സൂയിസൈഡിലേക്കൊക്കെ പോകാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ്. അന്ന് എനിക്ക് ഒന്നും അറിയില്ല, ലൈഫ് എന്താണെന്ന് അറിയില്ല. ദർ വാസ് നോ വൺ ടു സപ്പോർട്ട് മീ. അത്രയും സ്ട്രഗിൾ എൻ്റെ ടീനേജ് ഇയേഴ്സിൽ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ പിടിച്ചു നിന്നു എന്നുള്ളത്, ആ കുഞ്ഞു പ്രായത്തിൽ ഞാനത് ചെയ്തു എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. അന്ന് ഈ പറയണ വായന ഒന്നും അറിയില്ല, സോഷ്യൽ മീഡിയ ഇല്ല. സോ ഐ എം നോട്ട് സീയിങ് അതർ പീപ്പിൾസ് ലൈഫ്സ് ആസ് വി സീ ടുഡേ. ഇങ്ങനെ സൈക്കോളജിസ്റ്റുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി ലൈഫ് പറഞ്ഞു തരുന്ന ആളുകളൊന്നും ഇല്ല. അന്ന് റിലിജിയൻ മാത്രമേ ഉള്ളൂ. അവിടെയൊക്കെ ഞാൻ പിടിച്ചു നിന്നുള്ളത് എൻ്റെ അമ്മോ, ഞാനാണ് ശരിക്കുള്ള പവർഫുൾ ബീയിങ്. അതിൻ്റെ ഒരു ഷാഡോ മാത്രമാണ് ഞാനിപ്പോൾ. അത് ഭയങ്കര ഒരു ബീയിങ് ആണ്. എന്തോരം സഫർ. എനിക്കിപ്പോൾ പറയുമ്പോൾ ഞാൻ എന്ന് പറയാൻ പറ്റില്ല. ആ കുട്ടി എന്തോരം സഫർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ചിന്തിക്കും. എനിക്ക് എപ്പോഴും എന്നെ ചിന്തിക്കുമ്പോഴത്തേനും എന്നെ ഞാനൊരു കുഞ്ഞായിട്ടാണ് കാണണേ. എന്തോരം ആ കൊച്ച് സഹിച്ചിട്ടുണ്ട്. അത് എന്നിട്ട് അത് നിന്നല്ലോ എന്നുള്ളതാണ്. അത് അത്ഭുതമാണ് ശരിക്കും. I think you're proud of yourself. Yes. Very proud. I think ചേച്ചി like a mother, I mother myself. ഞാൻ ആ കുഞ്ഞു പ്രായത്തിലുള്ള എന്നെ ഞാനിപ്പോൾ മദർ ചെയ്യുന്നുണ്ട്. ഞാൻ അതിന് ഒരുപാട് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതൊരു inner child ചേച്ചി. But I think ചേച്ചി പറഞ്ഞതിലും I feel that child is also proud, I think, where she's reached today. It's definitely that moment. ആ കുട്ടി ഇത് കാണുകയാണെങ്കിൽ I'm sure she'll be like, bro, we've done this. Yeah. Never have I ever turned an awkward moment into a funny one on screen. On screen? Yeah, I have. അല്ലേ? അത് നേരത്തെ പറഞ്ഞ മാതിരി സ്ഥിരം നടക്കണ പരിപാടിയാണ്. വേറെ ചേച്ചി നമ്മൾ ചാളും, പക്ഷെ നമ്മൾ നാല് കല്ല് വീഴും. Never have I ever thought, why did I agree to this? Like ചേച്ചിക്ക് ഇഷ്ടമില്ലാതെ ഒരു സാധനം agree you have. കല്യാണം കഴിച്ചതാ തന്നെ എന്നോട് ഇതൊക്കെ സ്വന്തമായിട്ട് തീരുമാനിച്ചതാണല്ലോ, എന്തിന്റെ കേടായിരുന്നു. അത് പിന്നെ അത് മാത്രല്ല ചില റിലേഷൻഷിപ്സ് ഒക്കെ അതെയോ മണ്ടൻ തീരുമാനങ്ങൾ. സംടൈംസ് അവർ മൈൻഡ് ഇസ് സച്ച് എ ഫൂൾ. മണ്ടനാണ്. കുഴപ്പമില്ല. ആ കുട്ടി പറയാ കുഴപ്പമില്ല. പിന്നെ ആഫ്റ്റർ പീരിയഡ് ഓഫ് ടൈം ദീസ് ആർ ഓൾ ജസ്റ്റ് സ്റ്റോറീസ്. വിൽ ഡിറ്റാച്ച് ഫ്രം ദോസ് മെമ്മറീസ്. ചേച്ചി ഇപ്പൊ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു, റിലിജൻ. ചേച്ചിന്റെ ഹീലിംഗ് സമയത്ത് ഡിഡ് റിലിജൻ ഹാവ് എ റോൾ or was it a helping? Not religion as in a structured construct. അങ്ങനെ ഞാൻ പറയൂല. But എൻ്റെ സ്പിരിച്വൽ സൈഡ് വാസ് വെരി ആക്റ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇസ് എ ജേർണി ടുവേർഡ്സ് വൺ സെൽഫ്. എൻ്റെ സ്പിരിച്വാലിറ്റി ഞാൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ ജേർണി ടുവേർഡ്സ് വൺ സെൽഫ്. ബിക്കോസ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബേസിക് ആൻഡ് ഓണസ്റ്റ് ആയിട്ടുള്ള ഒരേ ഒരു ട്രൂത്ത് എന്ന് പറയുന്നത്
the reality of non-duality ആണ്, അദ്വൈതമാണ്. സോ എവറിത്തിങ് ഈസ് വൺ ആൻഡ് വൺ ഇസ് എവറിത്തിങ്. സോ എൻ്റെ പ്രാണൻ തന്നെയാണ് മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും പ്രാണൻ. സോ ഇറ്റ് ഈസ് ദാറ്റ് വൺനെസ്. അത് ഫീൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് പകുതി പ്രശ്നങ്ങളും തീർന്നു. അപ്പൊ ഡിറ്റാച്ച്മെന്റ് വരും. അപ്പൊ ഈ സംഭവിക്കുന്ന ഒന്നും എനിക്കല്ല സംഭവിക്കുന്നത്, അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം ഓൾസോ വിറ്റ്നസിങ്. ഓർ ഇതിങ്ങനെ നമ്മൾ സോളാർ സിസ്റ്റത്തിന്റെ ഒരു പടം പറയുമ്പോ സൂര്യൻ പിന്നെ എല്ലാം ഇങ്ങനെ വട്ടത്തിൽ ഇറങ്ങുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. ഇതിങ്ങനെ മൂവ് ചെയ്യണത് ഇതിങ്ങനെ മുകളിലേക്ക് അങ്ങനത്തെ ഒരു മൂവ്മെന്റ് ആണ്. അതിന്റെ ഇമേജസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഒരു ഫ്രീക്വൻസി പോലെയാണ്. Same way something is happening here, I am traveling through this way, you are traveling here. So എല്ലാരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് എവിടെയാണ് ഈ അറ്റാച്ച്മെന്റ് ഉള്ളത് എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഇതൊക്കെ മുഴുവൻ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ സർട്ടിഫൈഡ് എനിക്ക് ആകെ ചേച്ചി സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു. I don't want to put it in a box. Okay, I think you said it so well because it doesn't come under one particular it's like a wholeness for you. And spirituality ചേച്ചി ഒരു പാത്ത് ചൂസ് ചെയ്തത്, ഐ തിങ്ക് യു സീയിങ് ഇറ്റ്. ഐ ഡോണ്ട് തിങ്ക് എനി റിലിജൻ ലൈക്ക് ഇറ്റ് ഡസന്റ് ഡിഫൈൻ ഫോർ യു. ഐ ഫീൽ യു ബിലീവ് ഇൻ വൺ പവർ. Not one power. Or it's just spirituality in nature, your oneness, your whole. It's about it's not about something that is out of you. Okay. It's about what you are. എന്താണ് ഈ ബീയിങ് എന്നുള്ളതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്നല്ല, ഒരു എക്സ്പീരിയൻസിലേക്ക് എത്തുക എന്നുള്ളതാണ്. മനസ്സിലായി? ഒരു അവയർനെസ്സിലേക്ക് വരുമ്പോഴത്തേനും ഇതൊന്നും പറഞ്ഞാൽ ആർക്കൊന്നും മനസ്സിലാവില്ല, കേൾക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊക്കെ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ജന്മത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ യോഗ ഉണ്ടെങ്കിൽ മനസ്സിലാവേണ്ട കാര്യങ്ങളാണ്. അല്ലാത്ത വർഷത്തൊന്നും അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു അരി മേടിക്കാനില്ല. നത്തിങ് ഡൂയിങ് ആണിത്. ബേസിക്കലി ഇതിപ്പോ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ഈ സാധനത്തിന്റെ അകത്ത് എന്താന്നുള്ളത് എനിക്കറിയില്ല. എനിക്കറിയാമെങ്കിലും ഇല്ലെങ്കിലും ഇതിന്റെ അകത്തുള്ളത് ഇതിന്റെ അകത്ത് കറക്റ്റ്. ഓക്കെ, അത് മനസ്സിലായി. അത്രേ ഉള്ളൂ. സോ വാട്ട് എവർ ഇറ്റ് ഈസ് ദാറ്റ് മേക്സ് മീ ദിസ് പേഴ്സൺ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഐ എം ദിസ് പേഴ്സൺ ബിക്കോസ് ഐ എം a defined frequency like that. You are this person because you are a particular frequency like that. പക്ഷെ ഇതെല്ലാം കൂടെ ചേരുന്നത് ഒറ്റ ഒരു ഹമ്മാണ്. അതാണ് for you that defines spirituality. Okay. ഇതിൽ ലളിതമായിട്ട് പറഞ്ഞാൽ അറിഞ്ഞൂടാ, പിന്നെ അറിയണമെന്നില്ല എനിക്ക്. ആക്ച്വലി ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എല്ലാ മനുഷ്യരും ആർ നോട്ട് കേപ്പബിൾ ഇനഫ് ടു ഹാൻഡിൽ ട്രൂത്ത് ലൈക്ക് ദാറ്റ്. അവർ വളരെ സാധാരണമായിട്ടുള്ള വളരെ മണ്ടൈൻ ആയിട്ടുള്ള ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ മനുഷ്യരാണ്. അവരുടെ മനസ്സിലെ ചിന്ത അരിക്ക് വില കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ ഉള്ളിക്ക് വില കുറഞ്ഞോ, എന്താണ് ഈ ആഴ്ചത്തെ ചിക്കൻ മേടിച്ചോ, ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി ഇതൊക്കെ കൊണ്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭ്രാന്ത് പിടിക്കില്ലേ? ഇതൊക്കെയാണോ ഇനി ചിന്തിക്കേണ്ടത്? അല്ല, നിങ്ങളുടെ അരിയും പയറും ചിക്കനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് സാധനം. എനിക്ക് അരിയും പയറും ചിക്കനും മേടിച്ചു കൊടുക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, എനിക്കിതൊക്കെ ചിന്തിക്കാം. ഐ ഹാവ് ദ ലക്ഷറി ടു ഹാവ് സച്ച് തോട്ട്സ്. എൻ്റെ ജീവിതം എന്നെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ്. നാളെ എനിക്ക് അരിയും പയറും ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സാധനം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ചേച്ചിക്ക് അത് കണക്ട് ആയി. സോ മേ ബി ചേച്ചിന്റെ ട്രാവൽ ചെയ്യുന്ന മൈ ടൈം. എന്റെ സമയത്തിൽ എനിക്കത് മനസ്സിലായി എന്നുള്ളതാണ്. അതാണ് സമയം ആവണയ്ക്ക് മുന്നേ ഇതൊന്നും മനുഷ്യർക്ക് ഇല്ല. പാവ മനുഷ്യരാണെന്ന് ആഡ് ചെയ്യാൻ വന്നതാണ് ഞാൻ. മനുഷ്യൻ അതൊന്ന് ആഡ് ചെയ്യണം പ്ലീസ്. ചേച്ചി അതായിരുന്നു നമ്മളുടെ സെഗ്മെന്റ് ട്ടോ. ചേച്ചി എവ്രിബഡി നോസ് ഓർ ആർ അവെയർ, എസ്പെഷ്യലി പീപ്പിൾ ആർ ഫോളോയിങ് യു, ദാറ്റ് you write very well. This is just out of my curiosity. ഞാൻ പറഞ്ഞ നാട്ടുകാർക്ക് അറിയണ കാര്യം. ഞാൻ എഴുതുന്നത് ആരും വായിച്ചിട്ടത് ഫ്രണ്ട്സ് ഒക്കെ വായിച്ചിട്ടുണ്ടാവില്ലേ, കാണിച്ചെടുത്തിട്ടുണ്ടോ ചെറുപ്പത്തിലെ? അതെ, I used to write plays and all, short stories. അതൊക്കെ അടിച്ചു വന്നിട്ടുണ്ട് സ്കൂൾ മാഗസിൻ, കോളേജ് മാഗസിൻ, എസ്സേ പരിപാടി. അതെ, പിന്നെ ഭയങ്കര കവിയായിരുന്നു. അക്ഷരത്തെറ്റുകളുടെ വലിയൊരു ഘോഷയാത്ര ഉണ്ടെങ്കിലും ഞാൻ ഭയങ്കര കവിയായിരുന്നു. ഏതോ ഒരെണ്ണത്തിൽ എന്നിട്ട് അനിയത്തിന്റെ അനിയനെയും കൂടി ഞാൻ വായിപ്പിക്കും. ആ ചോരാന്നുള്ളതിന് ചേരാന്നൊക്കെ പിള്ളേര് വായിക്കുമ്പോ ഞാൻ ചേരയല്ല ചോര എന്നാ ചോരന്ന് എഴുതണോ? ചേച്ചിന്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാല്, വി ഓൾ നോ ദാറ്റ് സംതിങ് കമ്മിങ് അപ്പ് ഇൻ ദ ഫ്യൂച്ചർ. ചേച്ചി സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പറഞ്ഞോ, എനി റൈറ്റിംഗ് ഓർ എ സ്റ്റോറി ഓർ എ ലൈൻ, whenever somebody writes, no, Jay, you actually have somebody in mind.
ഓർ മേ ബി ഫോർ എക്സാമ്പിൾ ഒരു മൂവിക്ക് വേണ്ടി എഴുതുകയാണെങ്കിൽ യു വിൽ ഹാവ് എൻ ആക്ടർ ഇൻ ദിയർ മൈൻഡ്. സോ ചേച്ചി എഴുതുന്ന കഥകള് ഇപ്പം ഞാനൊരു ചോദിക്കാൻ പറ്റുകയാണെങ്കിൽ ഐ ജസ്റ്റ് ആസ്ക് നൗ സിൻസ് യു റൈറ്റിംഗ് സംതിങ് ഡു യു ഹാവ് സംബഡി ഇൻ യുവർ മൈൻഡ്? ശരിക്കും അങ്ങനെ ചെയ്യരുതെന്നാണ്. ഞാൻ നടന്നില്ലെങ്കിൽ നമ്മളവിടെ കുടുങ്ങി പോകും. അത് പക്ഷെ എല്ലാവർക്കും ഉണ്ടാവും അങ്ങനത്തെ ഡ്രീംസ്. സീക്രട്ടാ? അതങ്ങനെ ഒന്ന് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ. ബട്ട് വി ഓൾ ഓഫ് us have dreams, big dreams. I am sure. So ഇപ്പൊ ചേച്ചിന്റെ മനസ്സിൽ ഒരാളെ വെച്ചിട്ട് എല്ലാ കഥ എഴുതുന്നതാണോ? അല്ല, ഉണ്ട്. പക്ഷെ അതുമ്മ കിടന്ന് കുരുങ്ങരുതെന്നുള്ളതാണ് വലിയ വലിയ ആളുകളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെ ചെയ്യരുതെന്നാ പറയരുത്. ക്യാരക്ടറായിട്ട് നിക്കണ ഒരു ആക്ടറിൽ അറ്റാച്ച് ചെയ്ത് എഴുതരുതെന്ന് പറയും. അങ്ങനെ കുടുങ്ങണ കുറെ പേര് എനിക്കറിയാം. പിന്നെ ആ ആക്ടർ അല്ലാതെ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ സ്പ്ലിറ്റ് വരും. ഒരു ഡയറക്ടർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് വേറൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ ബിക്കോസ് നമ്മൾ ഈ ത്രൂ ഔട്ട് ദി ജേർണി വി ഹാവ് ഇമാജിൻഡ് ദിസ് പർട്ടിക്കുലർ പേഴ്സൺ. വേറൊരാൾ വരുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ മൈൻഡ് ഭയങ്കര സ്പ്ലിറ്റ് ആയിട്ട് കിടക്കും. അതുകൊണ്ടാണ് വിവരമുള്ളവർ പറയുന്നത് ക്യാരക്ടേഴ്സ് എഴുതുമ്പോൾ ക്യാരക്ടറിനെ ഒരു കഥാപാത്രമായിട്ട് എഴുതുക, ആക്ടറിനെ വെച്ച് എഴുതരുത്. That's good advice, ചേച്ചി. അല്ലേ? कोई है ചേച്ചി mind pe. Of course. ചേച്ചി, if your career was a movie genre right now, what would it be? ഇപ്പത്തെ ചേച്ചിന്റെ ലൈഫ് ആട്ടോ ഞാൻ പറയുന്നത്. Or maybe can you give 2 genres of how your career so far have been? Would be fantasy rom-com. Oh, ഇതിലും സസ്പെൻസ് ഇരിക്കേ ഒന്നുമേ കിടക്കലേ. ബിക്കോസ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ ഇപ്പോഴത്തെ ഒരു റിയലൈസേഷൻ ആണ്. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുതിയ കാര്യങ്ങൾ റിയലൈസേഷൻസ് വരുമ്പോൾ ഞാനത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ആൾക്കാരോട് പറയാറുണ്ട്. മനസ്സിലാവുമെന്ന് അറിയില്ല, ബട്ട് ഐ യൂസ് ടു സേ തിങ്സ് ലൈക്ക് ദിസ്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ബയോ ഞാൻ അങ്ങനെ മാറ്റി. അതായത് ഇപ്പോഴത്തെ ബയോ ആണോ ചേച്ചി മാറ്റിയില്ലേ? അതാണ് ഞാൻ പറയാൻ വന്നത് ആക്ച്വലി. അതായത് എനിക്കിങ്ങനെ ഫീൽ ചെയ്ത് എന്റെ recent developments in my life has taught me something. Once you learn the art of surrendering, logic disappears and magic arrives. സത്യമായിട്ടുള്ള കാര്യമാണിത്. ബിക്കോസ് നമ്മൾ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതോളം ലൈഫ് ബേർഡൻ ആണ് നമുക്ക്. നമ്മുടെ കൈ നിൽക്കുന്നില്ല. എന്തുവാ ഈ കൈക്കകത്ത് നിൽക്കുന്നത്? ഈ കൈക്കകത്ത് ഒന്നും നിൽക്കൂല. ലെറ്റ് ഗോ. എല്ലാം വിടുക. വിട്ട് കഴിയുമ്പോൾ കാണുന്നൊരു മാജിക് ഉണ്ട് മക്കളെ. അതാണ് സാധനം. ഞാൻ എന്തൊക്കെയാ കാണുന്നതെന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നത് എനിക്ക് പോലും അറിയാൻ പാടില്ല. ഞാൻ ആ പരുവത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പീപ്പിൾ മൈറ്റ് തിങ്ക് ഇതെന്തോ മറ്റേ സബ്സ്റ്റൻസ് ഒക്കെ ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചല പരിപാടി. ഒന്നുമല്ല കേട്ടോ. അതിനകത്ത് ആ ഫാന്റസി റോംകോം വരുമ്പോ തന്നെ ആ ബ്ലഷിന് ഒരു എക്സ്ട്രാ കളറും വന്നു കേട്ടാ. കോമഡി ഉണ്ട്, പക്ഷേ ഭയങ്കര ഫാന്റസി. How else can I define my life? It's amazing. What a question. അതെന്നെ ഭാവന്നൊക്കെ പറഞ്ഞ question. I love it, Jade. Yes. It's so lovely to see blue. I don't know if it's a sari or എന്തൊക്കെയോ ഒന്ന് തിളങ്ങുന്നുണ്ട് കേട്ടാ ചേച്ചിന്റെ. അതങ്ങനെയാണ്. ആ വിഷയത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ ബ്ലഷ് ആവും. റൊമാൻറ്റിക് കൊറേ പേര് നെഞ്ഞൊക്കെ ഇങ്ങനെ ബ്രേക്കിംഗ് ആർട്സ് ആണ്. അതാണ്. അതായത് എന്റെ റൊമാൻസ് പൊളിഞ്ഞാലും ഞാൻ അതിന്റെ ട്രാജഡിയോട് അറ്റാച്ച് ചെയ്യുന്നില്ല. അതൊരു കോമഡി ആകുന്നു. എന്ത് കോമഡിയാണ് ലൈഫൊക്കെ. Or also maybe that person is making you laugh. അങ്ങനെയും പറയാം. Rom-com. A funny guy is always finds a way to the heart, Jade. അയാള് പണിയാണോന്ന് ആലോചിക്കും. അതായത് കൊറേ ചിരിപ്പിച്ചൊക്കെ കഴിയുമ്പോ നമുക്ക് ഇവരുടെ ഒരു ഓഞ്ഞ സൈഡ് കാണാൻ പറ്റും. പിന്നെ നമ്മൾ അതോർത്തിരുന്ന് ചിരിക്കും. ഇതിന്റെ കോമഡി ഒക്കെ കേട്ടാണല്ലോ നമ്മൾ ചിരിച്ചത്. അപ്പോഴാണ് ശരിക്കും കോമഡി. I have grown too much. I have lots and lots of experience. ഞാൻ ഇപ്പൊ ആരെങ്കിലും എൻ്റെ അടുത്ത് എത്ര വയസ്സായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ മറുപടി പറയുന്നത്? I'm ancient baby. പറയൂ, കമോൺ. പ്രായം നമ്പറിൽ പറയേണ്ട കാര്യം I'm ancient. പുരാതനമാണ് ഞാൻ. ആ പുരാതന ഫാന്റസി റോംകോമിലാണുള്ളത്. I liked it. ഞാനതൊക്കെ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കണം ഓഫ് ക്യാമറ. കഥയറിയണം. Jade,
what role would your friends say suits you the most? They've seen യക്ഷി. you. What rubbish. I am the sweet യക്ഷി. എങ്ങോട്ടാ പോയെ? I'm the sweet യക്ഷി. അതും ഇപ്പം എന്താണ് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഇപ്പൊ നിന്റെ ഒരു ഫ്രണ്ടിന് എന്തെങ്കിലും ഒരു അവൻ എവിടെയെങ്കിലും തലകുത്തി ഒന്ന് വീഴണം, അതൊക്കെ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ യക്ഷിയാണ് ഞാൻ. You mean കുട്ടിച്ചാത്തൻ? അതിന്റെ വേറൊരു വെർഷൻ ഞാൻ പറയാം. എന്ന് സ്വന്തം ജാനകി കുട്ടിയിലെ കുഞ്ഞാത്തോലിനെ പോലത്തെ ഒരു ഐറ്റം. ശരിക്കും. But I'm sure for them actually be that. done so well. Hey ഭഗവാൻ, റോംകോം എന്ന് കുട്ടിച്ചാത്തനെ യക്ഷീസ് ഒക്കെ നമ്മൾ എത്തിയിരിക്കുന്നു. ഇതൊക്കെ എന്റെ ഫാന്റസി. അല്ല, എന്റെ ആഗ്രഹം ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ്. മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനൊന്നും അടക്കാൻ പറ്റരുത്, ഒരു ആവാഹനമൊക്കെ ചെയ്ത് എന്നെ വല്ലയിടത്തും കൊണ്ട് തളയ്ക്കണം. മിനിമം അത്രയെങ്കിലും ഞാൻ ഡിസർവ് ചെയ്യുന്നു. ആവാഹനത്തിലാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ടിരിക്കുന്നത്. എൻ്റെ കുറെ കാശൊക്കെ ഉണ്ടാവുമ്പോ ഞാനത് തരാം, നിങ്ങൾ എന്നെ ഇങ്ങനെ വേണം സംസ്കരിക്കാനായിട്ട്. ഫിനിഷിംഗ് ഷുഡ് ബി എപ്പിക്, എപ്പിക്. അതിലും ഒരു ഓട്ടോബയോഗ്രഫി, ഒരു സ്റ്റോറി, മൂവി സ്ക്രിപ്റ്റ്. അതിന് പ്രേമം സക്സസ്ഫുൾ ആവാൻ വേണ്ടി അതിൽ വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാനിരുന്ന് പുളകം കൊള്ളും നിങ്ങളുടെ പ്രേമ കഥകൾ കേട്ടിട്ട്. ഇങ്ങനെയൊക്കെ വേണം എനിക്ക് മരിക്കാനായിട്ട്. എപ്പിക്കാണ് ചേച്ചി ഉദ്ദേശിച്ചല്ലേ? ബാഹുബലിന്റെ വേറൊരു ഉണ്ടാക്കുന്നതായിരിക്കും. ആകാശഗംഗ. ആകാശഗംഗ, സോറി, ആകാശഗംഗ നമ്മൾ റീമേക്ക് ചെയ്യുന്ന. ഇതൊക്കെ പറഞ്ഞെങ്കിലും ഐ എം ഷുവർ ടു ഓൾ അവർ ഫ്രണ്ട്സ് ഷീ ഈസ് ലൈക്ക് ദിസ്. കുട്ടിച്ചാത്തന്റെ ക്യൂട്ട് ക്യൂട്ട് കളികളും. പക്ഷെ ഒരു ഐ എം ഷുവർ നേരത്തെ പറഞ്ഞു ചേച്ചി, എന്റെ കൂട്ടുകാരോട് നീ ചോദിച്ചാൽ മതി. അതാ പറഞ്ഞേ, ഐ എം നോട്ട് രക്തരക്ഷസ് അല്ലടാ, അത് വേറെ സാധനം. അതിന്റെ പീരീഡ്സ് ആവുന്നതിന് മുന്നുള്ള രൂപമാണ്. അതെല്ലാ ദിവസവും ഇല്ല. Oh my God, I love it. Luteal face is proper access ആണ്. I only think or imagine of murdering people. Yes, I think all I seriously have this thought. ആ സമയത്ത് പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, ഇപ്പൊ ഏതെങ്കിലും ഒരാൾ വന്ന് മേത്ത് തട്ടി ചോദിച്ചോ അടിക്കണം, ഒറ്റ അടിക്കണം. അടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഒന്നുകിൽ ഞാൻ ചാവണം അല്ലെങ്കിൽ അവൻ ചാവണം. ഇതെന്നെ ആലോചിച്ച് ഞാൻ നടന്നിട്ടുള്ള ദിവസങ്ങളുണ്ട്. അതിന് സ്വന്തം കൊല്ലുന്നുണ്ട് നടുവല്ല, അയാളെ ചാടുന്നില്ല. എനിക്ക് ഇങ്ങനത്തെ വയലന്റ് തോട്ട്സ് ഒക്കെ വരും. പിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് പീരീഡ്സിന് മുമ്പുള്ള ഒരാഴ്ച ഉണ്ടല്ലോ ലൂട്ടിയൽ ഫേസ്. ആ സമയത്ത് എന്തെങ്കിലും പ്രശ്നം എന്നോട് ആരെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഇവന്മാരെ വിളിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് പെൺപിള്ളേരെ വിളിച്ചിട്ട് ഞാൻ പറയുന്നത്, അവനുണ്ടല്ലോ അവനെ ഇങ്ങനെ പിടിച്ചിട്ട് ഭിത്തിയിൽ ഇങ്ങനെ ഒരയ്ക്കണം. അപ്പൊ അവരിങ്ങനെ ജോലി കാം ഡൗൺ, പറ്റില്ലടാ ഒരു കത്തെടുത്ത് എനിക്ക് സീരിയൽ കില്ലർ വൈബാണ് ആ സമയത്ത്. I think all women is with you in that phase. You know why that happens? Luteal phase ല് ഒരു പെണ്ണിന്റെ ഫെമിനിൻ ഹോർമോൺസ് ഒക്കെ കുറഞ്ഞിട്ട് ഒരു പുരുഷന്റെ ഹോർമോൺ ആണ് കൂടുതൽ ഉണ്ടാവുക. ഞാനൊരു പുരുഷനാവാഞ്ഞത് ആരുടെക്കോ ഭാഗ്യം. അല്ലായിരുന്നെങ്കിൽ സെൻട്രൽ ജയിലിൽ ഒരു ഒക്യുപ്പന്റ് ഇരുന്ന് സംസാരിക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലൊക്കെ തട്ടിക്കളഞ്ഞ് പോയാൽ ഞാൻ ചെയ്യില്ല. സീരിയസ്ലി. അങ്ങനെയാണെങ്കിൽ I think all women would be behind central 100%. എന്നിട്ടോ എന്താണ് ഇത്രയും ഫീമെയിൽ കൾപ്രിറ്റ്സ് കുറവെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഭയങ്കര കുറവാണ്. ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ കൊല്ലേണ്ടത് ഈ ലൂട്ടിയൽ ഫേസിലുള്ള പെണ്ണുങ്ങളാണ്. എന്തൊക്കെ ആലോചനകൾ വരുമെന്ന് അറിയാമോ? ഇത് കഴിഞ്ഞ അടുത്ത മാസം ജീവിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമ്മൾ വേണ്ടെന്ന് വെക്കുന്നത്. നമ്മൾ ഭയങ്കര പ്രാക്ടിക്കൽ ആണ്. ഇതിന്റെ കോൺസിക്വൻസ് മനസ്സിലിട്ട് കൊല്ലും. കേൾക്കുന്ന പലരെയും കൊന്നിട്ടുണ്ട്. ചേച്ചി ആർക്കൊക്കെ ഇടൻ കേൾക്കുന്നവരൊക്കെ എന്നെ അല്ല ബാക്കി പദ്യൊക്കെ അയച്ച ചങ്ങ. അവരൊന്നും കൊല്ലില്ല, അവരൊക്കെ അല്ല ഇവർ കേൾക്കുന്നവർ ചിലപ്പം അയാളെ ബ്ലെയിം എന്ന് പറഞ്ഞതാണ്. പ്രേമിച്ചവരോടൊക്കെ എനിക്ക് പ്രേമം തന്നെയാണുള്ളൂ. സ്നേഹമാണ് കേട്ടോ, നല്ല ആൾക്കാരെ നിങ്ങളൊക്കെ. ചേച്ചി, ലാസ്റ്റ്ലി, since I don't want to get into relationship and you know what you've struggled, I want to just hear, because ഞാൻ എൻ്റെ പേഴ്സണലി
For me, in my life, my girl gang has been an amazing support. And the sisters are my closest best friends are I have friends in general, but my girl gang particularly, for a woman, I feel, now since sensitivity to sensible, we value them a lot more. Yeah. ചേച്ചിക്ക് അങ്ങനെ ഒരു ഗേൾ ഗാങ് Of ഉണ്ട് course I have. ആൻഡ് ഹൗ ഹാവ് ദേ ബീൻ ഫോർ യു ഡ്യൂറിങ് യുവർ സ്റ്റേജസ്? അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. കുറച്ച് പേര് പർട്ടിക്കുലർലി ഭയങ്കര നമ്മുടെ ആ ഫുൾ ജേർണി ഇപ്പോഴാണെങ്കിലും എല്ലാ ദിവസവും വീഡിയോ കോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരാവശ്യമില്ലെങ്കിലും വീഡിയോ കോൾ ചെയ്യും. ചിലപ്പോൾ ഫോൺ അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ പണി ചെയ്യും, അവരവരുടെ പണി ചെയ്യും. ബട്ട് ടു ബി ഇൻ ദറ്റ് കണക്ട് അങ്ങനെ നിൽക്കണം നമുക്ക്. അതെ, ഞാൻ തന്നെ ഒരു ഫ്ലാറ്റിൽ താമസിക്കണം, പക്ഷെ ഇവരൊക്കെ എൻ്റെ കൂടെ ആ വീട്ടിൽ തന്നെ ഉണ്ട്. ഇവരൊക്കെ എൻ്റെ വീട്ടിലെ പ്രേതങ്ങളാണ്. മനസ്സിലായോ? ഇവരോടൊക്കെ ഞാൻ അതിനെ പറ്റിയും കേട്ടില്ലല്ലോ. അതൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ? അനുനാക്കി കളിക്കുന്നു. ലെമുറിയൻസ് അനുനാക്കികൾ, stars, I love it. Indigo children. One hell of a party you threw. Oh yeah, so much of them. Handle ചെയ്യാൻ പറ്റുള്ള വിറ്റളത്. But Chech, with this, I want to just say we are waiting to see this cute Yakshi back into all of our hearts. നമ്മൾ ആവാഹിച്ചിട്ടോ സ്നേഹിച്ചിട്ടോ എന്ത് വേണമെങ്കിലും we are getting there. We have come to the final segment of this episode, and now we have with us a beautiful, gorgeous Jewel Chechi with the Damsharaj called Chollada Cholle. Chechi actor ready? Chechi tagark. Okay. You're somebody single, tani oruvan person. One. എനിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ. രണ്ട് വേർഡ്. ഓക്കെ, ഫസ്റ്റ് വേർഡ് ചേച്ചി കാണിക്കുന്നത് കൊടയാണോ? പൈസ, മണി. മണിയാണ് സ്റ്റാർട്ടിങ് വേർഡ്. ഫോട്ടോ. ആരാണ് ഫോട്ടോയില്? സ്പെക്സ്. ഫോട്ടോ ആൻഡ് സ്പെക്സ്. ഒരു പാസ്പോർട്ട്, സ്റ്റാമ്പ്. ചേച്ചി എന്താ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത്? മണി. മണി കലാപമണിയാണ് മണി ആൻഡ് ഫോട്ടോ. ഓ ഗാന്ധിജി. ഓക്കെ, രാഹുൽ ഗാന്ധി. സം ഗാന്ധിയാണോ? ഗാന്ധിജി. ജി വേണോ? ജി വേണോ? ചുച്ചു. ചുച്ചുജി. മുള്ളാൻ മുട്ടുന്നു. മുള്ള മുട്ടുന്നു തരാനോ? പി ജി. പ്രിയങ്ക. സോറി, ഇറ്റ്സ് എ ബോളിവുഡ് ആക്ടർ ആണ്. നമ്മളുടെ സ്വന്തം പ്രിയാമണിയാണോ? ഒരു മിനിറ്റ്. പി ഇപ്പൊ പറഞ്ഞ രണ്ട് വാക്ക് പറഞ്ഞേ. പി ജി. പി ജി ജി. ഓടെ പൃഥ്വിരാജ്. പി ജി എന്താ? പി ജിന്ന് ഉൾട്ടയാക്ക്. ജി പി. ചേച്ചിന്റെ കോഹോസ്റ്റ് ആണ്. സോറി എന്റെ ചേച്ചി. പി പറയാനായിട്ട് ആ എക്സാമ്പിൾ എടുത്തത്. ഇതിനൊന്നും അറിയാൻ പാടില്ല. പൊട്ട കൊച്ചാണ്, ഇതിനൊന്നും അറിയാൻ പാടില്ല. എന്റെ ഫസ്റ്റ് എന്റെ മൂവി. എന്റെ മൂവി ഞാൻ മേരിക്കുട്ടി. ഞാൻ മേരിക്കുട്ടി. ഓക്കെ ഓക്കെ. ആണ് ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്. ഐ ക്യാൻ ഡു ലൈക്ക് ദിസ്. അതെ ചേച്ചി, എന്റെ ആക്ടിങ് കഴിവാണ്. ചേച്ചി ഹോസ്റ്റിംഗ് ഡി ഫോർ ഡി സ്റ്റാർ സിംഗർ. സ്റ്റാർ സിംഗർ തെളിഞ്ഞു വരുന്നുണ്ട്. കുറച്ചു മുന്നേ ലൂസ് കണക്ഷൻ ആയിരുന്നു. നമ്മളൊക്കെ ഇരിക്കുന്ന സ്ഥലം എന്റെ വീട് തൃപ്പൂണിത്തുറ, കാക്കനാട്. ഫ്ലാറ്റ് എന്റെ വീട്, കുടുംബം. എവിടെയെന്നാ? കേരളത്തില്. കേരളത്തിൽ എവിടെ? തൃപ്പൂണിത്തുറയില്. കൊച്ചി. എനിക്ക് മാത്രം ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ.
ഈശ്വര. എങ്ങനെ കാണിക്കാനാണ് ഞാൻ ആ ഷോർട്സ്. ഓക്കെ. കുപ്പി. ആ ഷോർട്സ് കുപ്പി. ടേസ്റ്റി. എന്താ ഞാൻ ഗസ് ചെയ്യുന്നത്? മൂവി ഓർ പേഴ്സൺ അല്ല, മനുഷ്യൻ. സെലിബ്രിറ്റിയാ? ഇത് കാട്. ഓ എനിക്ക് സീൻസ് ഒന്നും. ആ സുരേഷ് ഗോപി. അല്ല, നമ്മൾ നിർത്തിയോടത്ത് വിടരുത്. ഇതെന്താണ്? കുപ്പി. അത് വെക്ക. കുപ്പി വെക്കണോ? ഇതിലുണ്ടോ വേർഡ്? അല്ല, ആ കുപ്പി മനസ്സിൽ വെക്ക. കുപ്പി വെച്ച്. ബി. ഹണി ബീന്റെ ബി. ഹണി ബീന്റെ മൂവിയിലുള്ള ഒരാളാണ് ആസിഫ് അലി. എന്റെ പൊന്നോ ഈശ്വരാ ഭഗവാന്, ഞാൻ ചെയ്തത് ഏതോ മുൻജന്മ സുഹൃതം. അടുത്തത് ഓക്കെ. എന്റെ സിനിമ സാരി. സാരി എടുത്ത് അഭിനയിച്ചു പത്തേമാരി. ആദ്യത്തെ നളിനി. കാണിച്ചടുത്ത് എന്താണ് ഇടിയാണ് എന്റെ ഭഗവാൻ. യുവർ ഹെയർ മെയിൻ ചേച്ചി പറഞ്ഞ അല്ല, കേൾസ്. കേൾസ്. ഓക്കെ. ഹോസ്റ്റ് ആണ്, വേറെ ഹോസ്റ്റ് ആണ് വിത്ത് കേൾസ്. അയ്യോ പൊളിമണി. ഓ സന്തോഷം. എന്റെ പപ്പി ഹൈക്കു ആണോ? For her home is not complete with. Oh, of course. Yeah, one word. Is it a person? Person. Okay. ഒറ്റ ഒരു വാക്കുള്ള person. റീഡ് കാണിക്കുന്ന റീഡി. ഫിംഗർ ഇൻഡെക്സ്. 2 1 2 3 കൗണ്ടിങ്. 1 ആണ് പറയുന്നത്. 1 2 1 2 3 4 പ്രിയമണി. ശരി. I like it. എന്റെ ഒരു ബുദ്ധി. എന്റെ സിനിമയിലെ പേരോ? എന്റെ സിനിമയിൽ ഒരുപാട് പേരോ? പഴയ പേരോ? അതാരത്? മൂന്നാമത്തെ പടത്തില് മൂന്ന് അതെന്താണോ പറയണത്? ഞാൻ അങ്ങനോട് റൊമാൻസ് ചെയ്ത ഡാൻസ് കളിച്ച ആരുടെ കൂടെ? എന്റെ ഹീറോ ആരാണത്? അതിനും വേണ്ടി സിനിമ ആ പടം മമ്മൂക്കയല്ലേ? മമ്മൂക്ക. ആരാണത്? സഹിച്ചു ചേട്ടനാ? അല്ല. ഏത് പടത്തിലാണ് ഡാൻസ് കളിച്ചത്? പണ്ടോ? ആരാടാ? ഞാൻ ആരോടെ റൊമാൻസ് ചെയ്ത് നീ കുറിച്ച് പറയണ? അങ്ങനെയൊക്കെ നടക്കണ ആളാരാ? ഞാൻ ഏതൊക്കെ പടത്തിൽ എല്ലാ ഹീറോസിന്റെ പേര് പറഞ്ഞ അവസാനം കിട്ടി. വിജയായിട്ട് ഭയങ്കര. അയ്യോ കഴിഞ്ഞില്ല. ഓക്കെ ഓക്കെ. യേശുദാസ്. ഒരു പാട്ടുകാരൻ. യേശു. ഓ സിംഗർ. മലയാളി സിംഗർ വിത്ത് ലോങ് ഹെയർ വിത്ത് ഷോർട്ട് ഹെയർ. എന്ത് ഇത് സിംഗറിനല്ലേ ഗസ്റ്റ്? എനിക്ക് മനസ്സിലായി ചേച്ചി. ഗെറ്റിംഗ് എ നെയിം. ചിത്ര ചേച്ചി. ദൈവമേ, നാട്ടുകാര്. ഫിനിഷ്. മമ്മൂക്ക. സിനിമ എന്റെ സിനിമ ഉട്ടപ്പേഴ. Not bad. Okay, nice. I like all these posters. വേണ്ടതൊക്കെ ചേച്ചി നോക്കാം. Oh, thank you. Guys, so now we are coming to the end of this episode. I hope you got to see this beautiful soul again shine brighter than ever. And I just want to say a huge thanks to you, Chechi. You have been a delight. Truly, you've been a delight. And ഒരു കുട്ടി ടോക്കൺ ഓഫ് ലവ് ആയിട്ട്
we want to give you a small thank you kitty happy. Thank you, dear. Thank you so much. You are You also are very such a lovely. sweet. Thank you, dear. Thank you. ചേച്ചി ഇപ്പൊ പറഞ്ഞില്ലേ ആ ഹീലിംഗ് പ്രോസസ്സിൽ ഒരു പാട്ട്, ആ പാട്ട് നമുക്ക് രണ്ടുപേരും healing process ല് പ്രോസസ് ഉണ്ട് നമ്മള് ചേച്ചീന്റെ ഫാൻസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാട്ട്. എല്ലാരും ചൊല്ലണ് കല്ലാടി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. Beautiful, ചേച്ചി. I love to sing. Oh, I love you. Thank you. Oh my God. Bless you, Jage. From the bottom of my heart. You have this amazing energy. ഭയങ്കര രസമാണ് ഇതിന്റെ വർത്താനം കേൾക്കാനായിട്ട്. കുറേ മിതോത്ത ഷോസ് ചെയ്യാൻ, കുറേ പേരെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ. So guys, that was it. We got this, Jage. I'm happy. I'm super happy. Have a beautiful, amazing chapter 2's beginning for you. Atrul. Thanks. Thank you. Bye, Thank you so Jage. Thank you so much.